ഇന്ന് നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. നാളെ നമുക്ക് പിരമിഡിനെ കുറിച്ച് വീണ്ടും പഠിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മാവിൻ്റെ വരങ്ങൾ അത് എക്കാലത്തേക്കും നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലുള്ള വരങ്ങൾ പലർക്കുമായിട്ട് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഈ വരങ്ങൾ നൽകപ്പെടുന്നത്? യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവസാനം കർത്താവ് അവരോട് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിനാൽ ലഭിക്കുന്ന വരങ്ങൾ എന്തെല്ലാമാണെന്ന് പറയുന്നു. 14-ാം വാക്യത്തിൽ എത്ര പേർക്കാണ് ഈ വരങ്ങൾ കർത്താവ് അവിടെ ഏൽപ്പിക്കുന്നത് എന്നും പറയും. 14-ാം വാക്യത്തിൽ 11 ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഒരാൾ യൂദ നേരത്തെ തന്നെ ഒഴിവായി പോയിരുന്നു. 11 പേർ. അവരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആത്മാവിൻ്റെ വരങ്ങൾ ഏതെല്ലാം അടയാളമായിട്ടാണ് പ്രകടമാകുന്നത് എന്നാണ് പറയുന്നത്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവ് പല ഭൂതഗ്രസ്തരെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. രണ്ടാമത്, പുതുഭാഷകളിൽ സംസാരിക്കും. മൂന്നാമത്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അത് വലിയ അത്ഭുതമായിട്ട് തോന്നില്ലേ? എന്ന് പാമ്പ് പിടുത്തക്കാരൊക്കെ ഉള്ള കാരണം. പക്ഷെ അവര് പല പാമ്പ് പിടുത്തക്കാരും സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ അപ്പസ്തോലന്മാർക്ക് സർപ്പത്തിൻ്റെ കടിയേറ്റാലും അത് മരണകരമാകുന്ന ഒരു കാര്യത്തിലേക്ക് ആകില്ലെന്നാണ്. പിന്നെ മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് അപ്പോസ്തലന്മാരുടെ കാലശേഷം വരുന്ന പലർക്കും ഈ കഴിവ് നൽകപ്പെടും. അത് എത്ര കാലത്തേക്കാണ് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. നമ്മളിവിടെ പറഞ്ഞ ഈ വരങ്ങൾ
ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പല വേദ ഉപദേഷ്ടാക്കന്മാരും രോഗശാന്തിവരം, അന്യഭാഷാവരം, ബാധ ഒഴിപ്പിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ്. ആ വിധത്തിലുള്ള പഠനം, ആ വിധത്തിലുള്ള വിശ്വാസം മനുഷ്യനിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രോഗശാന്തി വരം. അപ്പം ഈ വരങ്ങൾ എക്കാലത്തും നിലനിൽക്കുവാനുള്ളതല്ല എന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 8-ാം വാക്യം, പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പോൾ ഈ വരങ്ങളെല്ലാം നിന്നുപോകും, നീങ്ങിപ്പോകും എന്ന് പറയും. പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഈ വരങ്ങളെക്കുറിച്ചൊരു പട്ടിക പറയുന്നു. ആത്മാവിനാൽ ലഭിക്കുന്ന വരങ്ങളെക്കുറിച്ചുള്ള ഒരു പട്ടിക. 12-28 മുതലുള്ള വാക്യം. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരം ഉണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം വരങ്ങളുടെ, ആത്മാവിൻ്റെ വരങ്ങളുടെ പട്ടികയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പം ഇത് നൽകപ്പെടുന്നത് അതിന് യോഗ്യരായിരിക്കുന്ന ആളുകൾക്കാണ് നൽകപ്പെടുന്നത്. എല്ലാവർക്കും ഈ വരങ്ങൾ നൽകപ്പെടുന്നില്ല. അപ്പം അതിൽ പ്രവചനവരമുണ്ട്, അന്യഭാഷാവരമുണ്ട്, രോഗശാന്തിവരമുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നു. 13-ാം അധ്യായത്തിലാണ് പറയുന്നത് ഇതെല്ലാം നീങ്ങിപ്പോകുമെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാലഘട്ടം വരെ ഇത് അനുവദിച്ചിരിക്കുന്നു എന്നാണ്. ഈ ആത്മാവിൻ്റെ വരങ്ങൾ ഒരു കാലഘട്ടം വരെ ദൈവം അനുവദിച്ചിരിക്കുന്നു. അത് കഴിയുമ്പോൾ അത് നിന്നുപോകും. അപ്പം എന്തിനാണ് ഒരു കാലഘട്ടത്തേക്ക് ദൈവം ഇത് അനുവദിച്ചത്?
യേശുക്രിസ്തു അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന കാലത്തൊക്കെയും അവർക്ക് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതെല്ലാം ചെയ്ത് കാണിച്ചു. കർത്താവിൽ നിന്ന് നേരിട്ട് അവർ ഉപദേശങ്ങൾ കൈക്കൊണ്ടു. അങ്ങനെ സഞ്ചരിച്ച സമയത്ത് അവർക്ക് എപ്പോഴും ഒരു ധൈര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നു. സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വ്യാപാരം ഇവർക്ക് നൽകേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് യെരുശലേമിൽ പെന്തക്കോസ്ത് നാളിൽ 120 പേരടങ്ങുന്ന സംഘത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയും അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഇടയാകുകയും ചെയ്തു. അപ്പോൾ അവർ കുറേ കൂടെ ഊർജ്ജസ്വലന്മാരായി തീർന്നു. അവർ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ നിർണയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇടയായി. അപ്പോൾ ഒരു കാലഘട്ടം വരെ ഈ ആത്മാവിൻ്റെ വ്യാപാരം നിലനിന്നു. ഈ അന്യഭാഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യദേശക്കാരുടെ ഭാഷ, അന്യരാജ്യക്കാരുടെ ഭാഷയാണ്. നമ്മൾ സഭയിലിരുന്ന് തെളിവില്ലാത്ത എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതല്ല അന്യഭാഷ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഷ മലയാളം. മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് അന്യഭാഷയാണ്. അത് നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് അന്യഭാഷ. അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഉണ്ടോ? ലോകത്തിലെ എല്ലാ ഭാഷകളും കൃത്യമായ അർത്ഥവും ഉച്ചാരണവും അത് വ്യാകരണ നിയമത്തിൽ അധിഷ്ഠിതവുമാണ്. ഇങ്ങനെയുള്ള ഭാഷകളാണ്. അതാണ് അന്യഭാഷ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അന്യഭാഷയുള്ള ജനത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 114-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേൽ അന്യഭാഷയുള്ള മിസ്രൈമിലായിരുന്നു എന്ന് പറയുന്നത് ഉണ്ടോ? മിസ്രൈമിൻ്റെ ഭാഷയ്ക്ക് തെളിവില്ലേ? 114-1 സങ്കീർത്തനം. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ. ഉണ്ടോ? മിസ്രൈമിലെ ഭാഷ ഇസ്രായേലിനെ സംബന്ധിച്ച് അന്യഭാഷയാണ്. അന്യഭാഷ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണുള്ളത്. 14-ാം അധ്യായത്തിൽ പറയുന്നത്, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, എല്ലാ വരങ്ങളിലും ഉയർന്ന വരം സ്നേഹമാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനുമുള്ള വരം.
അതാണ് ഈ വരങ്ങളിലെല്ലാം ഏറ്റവും ഉയർന്നത്. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. കേട്ടോ, അന്യഭാഷയിൽ സംസാരിച്ചാൽ കൂടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് എന്താണ് സഹോദരൻ പറഞ്ഞതെന്ന് മനസ്സിലായത്. പക്ഷെ ദൈവത്തിന് മനസ്സിലാവും. ദൈവത്തിന് എല്ലാ ഭാഷയും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, സഭയിലുള്ള ആരും. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആയിക്കോട്ടെ. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ ഒരു സഭയിൽ ഒരാൾക്ക് അന്യഭാഷയുണ്ടായാൽ അദ്ദേഹം എന്താ സംസാരിച്ചതെന്ന് പറയുന്നത് ആ കാര്യം വ്യാഖ്യാനിക്കാൻ സഭയിൽ ആളുണ്ടായിരിക്കണം. ഇന്നത്തെ അന്യഭാഷ സംസാരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഇങ്ങനെയൊരു സംവിധാനം എവിടെയും ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ തന്നെ അവരുടെ എല്ലാം വിശ്വാസം എന്താ? ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതെന്നാണ്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ കൂടെയുള്ള മനുഷ്യരോടല്ല സംസാരിക്കുന്നതെന്നാണ്. എന്തിനാ വെറുതെ ഒരു മെനക്കേട് വരുത്തുന്നത്? നമ്മൾ ഞായറാഴ്ച സഭായോഗത്തിന് കൂടി വന്നിട്ട് പാസ്റ്റർമാരും പുരോഹിതന്മാരും അന്യഭാഷയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവ അന്ന് കൂടിയെന്നവർക്ക് എന്താ പ്രയോജനം? പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഉണ്ടോ? അപ്പോൾ അവിടെ അന്യഭാഷ അതിൻ്റെ അർത്ഥം പറയാൻ ആളില്ലെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ലെന്നാണ് പ്രധാനം പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്കെന്ത് പ്രയോജനം? ഉണ്ടോ? ദൈവത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് ലളിതമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറയാതെ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ വരം ലഭിച്ചവനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ അഭിനയം കൊണ്ട് എന്താണ് പ്രയോജനം? അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? അതിനൊരു ഉദാഹരണം പറയാണ്. അപ്പുറത്ത് കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും? ഉണ്ടോ? അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ, ഒരു യുദ്ധത്തിന് ഒരുങ്ങാനാ പറയുന്നെങ്കിൽ അവർക്ക് എങ്ങനെ മനസ്സിലാകും? കാഹളം തെളിവില്ലാത്തത് സന്ദേശം കൊടുത്താൽ ആര് യുദ്ധത്തിന് ഒരുങ്ങും? അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? അന്യഭാഷയുടെ മഹത്വമൊക്കെ എല്ലാവരും വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം.
നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. ഉണ്ടോ? ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബറൻ ആയിരിക്കും. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾ കേൾക്കുന്ന ആൾക്ക് ആ ഭാഷ എന്താണെന്ന് അറിയാൻ വേണം. അദ്ദേഹം ഒരു മന്ദബുദ്ധിയാണെന്ന് ഈ പറയുന്ന ആൾക്ക് തോന്നും. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മിക വർധനയ്ക്കായി സഭയ്ക്ക് സഫലമാകുവാൻ ശ്രമിപ്പിൻ. സഭയുടെ ആത്മിക വർധനയ്ക്ക് സഫലന്മാരാകുവാൻ ശ്രമിപ്പിൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്ന ആള് അതെന്താണെന്ന് പറഞ്ഞു നിന്ന് സഭയിലുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കണം. അതിനുള്ള വരം ഇദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം ഈ തെളിവില്ലാത്ത ശബ്ദം ഉണ്ടാക്കിയേച്ച് അവിടെ മിണ്ടാതിരുന്നാൽ മതി. കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകില്ല. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. കണ്ടോ? അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാൽ ഒരു മനുഷ്യനിൽ വ്യാപരിച്ചിട്ട് സംസാരിക്കുന്നതാണ്. ആ മനുഷ്യൻ്റെ അറിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സംസാരിക്കുന്നതല്ല. ബിലയാം സഞ്ചരിച്ച കഴുത സംസാരിച്ചില്ലേ? അതുപോലെ കഴുത പറഞ്ഞു പ്രവാചകനോട്, ഞാൻ നിന്റെ കഴുതയല്ലേ, നീ എന്തിനാ എന്നെ തല്ലണേ എന്ന് കഴുത ചോദിച്ചു. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിന് ആരെ കൊണ്ടുവേണേലും സംസാരിപ്പിക്കാൻ കഴിയും. പക്ഷെ ആ കഴുതയുടെ ബുദ്ധി കൊണ്ടല്ല കഴുത സംസാരിക്കും. ഇതുപോലെ മനുഷ്യൻ യുക്തി കൊണ്ടും അറിവ് കൊണ്ടും സംസാരിപ്പാൻ കഴിയണം. ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? ആത്മാവിൻ്റെ വ്യാപാരത്താൽ പറയുന്ന കാര്യങ്ങൾ അത് അന്യഭാഷയിലാണ്. അത് പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇദ്ദേഹം പ്രാർത്ഥിച്ചതെന്ന് തിരിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയേണ്ടത്? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? നീ പറയുന്നത് തിരിയാതിരിക്കുന്നതിൻ്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ നന്നായി സ്തോത്രം ചെയ്യുന്നു, സത്യം. ഒരു വായിൽ തന്നെ 1000 കോടി സ്തോത്രം പറയും. മറ്റവന് ആത്മീക വർധന വരുത്തുന്നില്ലതാണ്. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് സഭയോടല്ല, ദൈവത്തോടാണ്. ആരെക്കാളും ഉപരിയായിട്ട് കൂടുതൽ അപ്പോസ്തലൻ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് ചോദ്യവും ഉത്തരവും സംശയ നിവാരണങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്താ, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം
മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഉണ്ടോ? മഹാജ്ഞാനിയായിരിക്കുന്ന പൗലോസ്ലീഹ പറയാണ്, അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ഈ ആത്മാവിൻ്റെ വരങ്ങൾ എന്തിനു വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്നു? ആദിമസഭയുടെ നിലനിൽപ്പിന് വേണ്ടി കർത്താവ് പിതാവിനോട് ചോദിച്ച് ആദിമസഭയ്ക്ക് നൽകിയ പരിജ്ഞാനങ്ങളാണ് ഈ ആത്മാവിനാൽ ലഭിച്ചത്. അതവരുടെ അറിവിനാലല്ല, ഈ ആത്മാവിനാൽ ഈ കൃപാവരങ്ങൾ അവർക്ക് നൽകിയത്. അത് ദൈവത്തിൻ്റെ ശക്തിയാൽ ലഭിച്ചതാണ്. അവർ യാന്ത്രികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് 1-ാം നൂറ്റാണ്ട് വരെ ഈ പറഞ്ഞിരിക്കുന്ന അത്ഭുത രോഗശാന്തിയും ഈ വരങ്ങളും നിലനിന്നുള്ളൂ. അതിൻ്റെ ശേഷം പിന്നീട് വരുന്ന ഒരു വേദപണ്ഡിതനും ഒരു ദൈവദാസനും ഈ വരങ്ങളൊന്നും നൽകപ്പെട്ടിട്ടില്ല. അവർക്ക് പുതുഭാഷകളിൽ സംസാരിക്കാൻ കഴിയും, പാമ്പുകളെ പിടിച്ചെടുക്കാൻ കഴിയും. പാമ്പ് കടിച്ചാലും ഒന്നും സംഭവിക്കില്ല. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ദോഷം വരികയില്ല. ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, മുടന്തന്മാരെ നടത്തും. 1-ാം നൂറ്റാണ്ടിന് ശേഷം ഇതുപോലെയുള്ള ഈ അത്ഭുത ക്രിയകളൊന്നും ഒരു മനുഷ്യനും ഇവിടെ ചെയ്തിട്ടില്ല. ഒരു മുടന്തനെയും സൗഖ്യമാക്കിയിട്ടില്ല. കാലുറുക്കി അവൻ്റെ കാലൊക്കെ തിരുമ്മി ശരിയാക്കി നേരെയാക്കാം, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ജന്മന വൈകല്യമുള്ള, നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ശരീരഘടന ഉള്ളവർ, കുരുടന്മാർ, ചെകിടന്മാർ, ഇന്നത്തെ ഏതെങ്കിലും വൈദികന്മാർക്കോ വേദപണ്ഡിതന്മാർക്കോ ദൈവദാസന്മാർക്കോ ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഒന്നും സംഭവിക്കുകയാണ്. നമ്മുടെ ഒരു പുരോഹിതനോ ഒരു പാസ്റ്റർക്കോ ഒരു ഉപദേശിക്കോ ഒരൗൺസ് വെള്ളം കൊടുത്താൽ ഇത് കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കുമോ? കുടിക്കുകയല്ല. എൻ്റെ ആദിമസഭയിലുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കേട്ടു വന്ന അവരും ഒരു കാലം വരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും അവർക്ക് ദോഷം വരികയില്ല. എന്താണ് അവർക്ക് ദോഷം വരാതിരിക്കാനുള്ള കാരണം? അപ്പോസ്തലന്മാരുടെ കാലശേഷം വന്നവരുമൊക്കെ പലർക്കും ഈ അത്ഭുത സിദ്ധി ലഭിച്ചിട്ടുള്ളവർ. അവര് ക്രിസ്തുവിനെ പോലെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നവർ. അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് വിഘാതമായിത്തീരുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഏൽക്കുകയില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ വിശേഷത. 1-ാം നൂറ്റാണ്ടിന് ശേഷം ഈ വരങ്ങളെല്ലാം നിന്നുപോയി. യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസ് തബീതയെ എഴുന്നേൽപ്പിച്ചു. പഴയ നിയമകാലത്ത് എലീശ
ഒരു ബാലനെ ജീവൻ കൊടുത്തു. ഈ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും ശേഷം ഒരത്ഭുത പ്രവൃത്തി ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒരു തന്ത്രം മാത്രമായിരുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പൊ ശിശുക്കളായിരിക്കുന്നവരെ വളർത്താൻ വേണ്ടി നൽകിയ പാലായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആ അഭിഷേകം പ്രാപിച്ച് അവർ വളരാൻ തുടങ്ങി. അങ്ങനെ വളർന്നു വന്ന് പിൽക്കാലമായപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയുള്ള പരിജ്ഞാനം തുടരെ ലഭിക്കാൻ ഇടയായി. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ രോഗശാന്തി, അത്ഭുതങ്ങൾ, അന്യഭാഷാവരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ ശ്രദ്ധ വയ്ക്കാതെ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്നപ്പോൾ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്കൊരു സംശയം, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം നല്ലതല്ലേ? അത് നമുക്ക് ആവശ്യമില്ലേ? അത് നമുക്കുണ്ടോ എന്നുള്ള കാര്യം ഒരു വേദഭാഗത്തിൽ കൂടി ഒന്ന് പരിശോധിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാം വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവന് ആളെ സംബന്ധിച്ചിടത്തോളം ആ ആള് ദൈവാത്മാവുള്ളവനായിട്ടാണ് ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിനല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഉണ്ടോ? ഒരു ആൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അന്തിമമായ തീരുമാനം ഇതിൽ കൂടിയാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. ഇതല്ലാതെ പരിശുദ്ധാത്മാവുണ്ടെന്ന് സ്ഥാപിക്കുവാനായിട്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തുടർന്നു പോകുന്ന പക്ഷം അത് ദൈവനിർണയത്തിൽ പ്രകാരമുള്ളതല്ല എന്നുള്ളതാണ്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വിവിധതര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, വിവിധ ഭാഷകളിൽ ഞങ്ങൾ സംസാരിച്ചു എന്നെല്ലാം പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലിയ. കർത്താവ് എന്താ പറഞ്ഞേ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്ന് ക്രൈസ്തവ ലോകം നിലനിൽക്കുന്നത് ഈ വിധത്തിലുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്.
അത്ഭുത രോഗശാന്തി. ഈ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കുരുടന്മാരെയും മുടന്തന്മാരെയും സൗഖ്യമാക്കുന്നു എന്ന് കാണിക്കാൻ ചില ടെക്നിക്കുകൾ പ്രയോഗിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ വ്യാജമതങ്ങളെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഇതൊക്കെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തന്നെ ശരി. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇതൊരു കുറച്ച് കാലത്തേക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന കാര്യമാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടും നിങ്ങളിത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ കർത്താവും ശിഷ്യന്മാരും യഹൂദയിൽ പ്രവർത്തിച്ച കാലമൊക്കെയും വളരെ ചുരുക്കം പേരെ സൗഖ്യമാക്കിയിട്ടുള്ളൂ. വളരെ 1-2 പേരെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിച്ചുള്ളൂ. അപ്പം ഇതെന്നും സനാതനമായിട്ട് നിൽക്കാനുള്ളൊരു കാര്യമായിരുന്നെങ്കിൽ അന്ന് കർത്താവും ശിഷ്യന്മാരും ആ കിട്ടിയ സമയം 1.5 വർഷം ഓടി നടന്ന് ഈ രോഗികളെല്ലാം സൗഖ്യമാക്കുകയും ഈ മരിച്ചവരെയൊക്കെ ഉയർപ്പിക്കുകയും ചെയ്യേണ്ടതല്ലേ? എന്താ അത് ചെയ്യാതെ? ഓരോ ശിഷ്യന്മാരെയും ഓരോ സ്ഥലത്തേക്ക് അയക്കുക, എന്നിട്ട് ആ ഭാഗത്തുള്ളവരെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. പിന്നെ കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ 12 പേരല്ല, ഈ വരുന്നവരെ കൊണ്ടെല്ലാം ഞാൻ വരുന്നത് വരെ ഇതെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കണം. ഇതൊന്നും പറഞ്ഞിട്ടല്ല കർത്താവ് പോയത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാൻ പറഞ്ഞാണ്. ഈ അത്ഭുത അടയാളം ചെയ്ത് ഗംഭീരവാന്മാരായി കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല. ക്രിസ്തുവിൻ്റെ ഈ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം കർത്താവിൻ്റെ 2ാം വരവിൽ മുഴുവൻ മനുഷ്യരാശിക്കും വരുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ സൂചനകൾ മാത്രമാണ്. അപ്പം ആ സൂചനകൾ മാത്രമായിട്ടാണ് ഇവിടെ അപ്പോസ്തലന്മാർ ചെയ്യാൻ കർത്താവ് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന മതങ്ങളും മതപണ്ഡിതന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേദപുസ്തകത്തിൻ്റെ അടുത്ത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന പക്ഷം ഈ അബദ്ധങ്ങളിൽ നിന്നെല്ലാം മോചിതരാകാൻ കഴിയും. അപ്പോൾ ജ്ഞാനം നീങ്ങിപ്പോവെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജ്ഞാനം നീങ്ങിപ്പോവെന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ സഡനായിട്ട് ലഭിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ്. ജ്ഞാനം പഠിച്ച് പ്രാപിക്കേണ്ടതാണ്. അല്ലാതെ ഈ ജ്ഞാനം എല്ലാ കാലത്തും ഇങ്ങനെ പരിശുദ്ധാത്മാവിനുകൊണ്ട് യാന്ത്രികമായി നൽകപ്പെടുന്ന ജ്ഞാനമായിട്ട് നിലനിൽക്കുവാനല്ല കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവചനപരം, ഭാഷാപരം, ജ്ഞാനം. അപ്പോൾ ആദിമസഭയ്ക്ക് ഒരു അത്ഭുതമേകുവാൻ വേണ്ടിയിട്ടും ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ചെയ്ത ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ്. മിസ്രയീമിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതുപോലെ തന്നെ ആത്മീയ മേഖലകളിലേക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ ചെയ്ത ഒരു വേലയാണ് ഇത്. മനുഷ്യർ ഉറങ്ങിയ ശേഷം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മനുഷ്യർ ഉറങ്ങിയ ശേഷം ദുഷ്ടൻ വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ അതിൻ്റെ മറ്റൊരു വശമായിട്ട് ക്രൈസ്തവ മതങ്ങളിലേക്ക് ചേർക്കുവാൻ പിശാചിന് തരമാക്കിയെടുത്തു. ഭാവിയെ സംബന്ധിച്ചും ഭാവി ജീവിതത്തെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകൾ നൽകാതെ
ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ സുഖത്തിനു വേണ്ടി, അഭിവൃദ്ധിക്കും വേണ്ടി യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ എല്ലാവർക്കും ധനമുണ്ടാകും, എല്ലാവർക്കും ജോലി ലഭിക്കും, മറ്റുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ നൽകപ്പെടുമെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഇന്നതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി. കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധി. അപ്പോൾ ഒരു കാര്യം ഇതിൻ്റെ വിട്ടുപോയി, കൈവെപ്പും അപ്പോസ്തലന്മാർക്ക് കൊടുത്താണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ കൈവയ്ക്കുന്ന കാര്യം പറയുന്നു. മാർപ്പാപ്പ ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞ് അനുഗ്രഹം കൊടുക്കുക. ഇത് പത്രോസിൽ നിന്നും പൗലോസിൽ നിന്നും കിട്ടിയ പൈതൃകമായിട്ട് കിട്ടിയ അവകാശമാണെന്ന് പറഞ്ഞു. കൈവെപ്പിനാൽ ഒരു മനുഷ്യൻ്റെ തലയിൽ മാർപ്പാപ്പായോ തിരുമേനിയോ കൈവച്ചാൽ ആത്മീയമായിട്ട് യാതൊരു പ്രയോജനവും ആ തലയുടെ ഉടമയ്ക്ക് ലഭിക്കുകയില്ല. ആ തലയുടെ ഉടമയ്ക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഈ ജഡിക മനുഷ്യരുടെ കൈ ഒരാളുടെ തലയിൽ വെച്ചാൽ അതൊരു യാതൊരു ആത്മീയ നിർവൃതിയും ആത്മീയ നിറവും ആ വ്യക്തിക്ക് ലഭിക്കുന്നതല്ല. ഇതെല്ലാം ഒരു അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ബാഹ്യമായ ചടങ്ങാണ്, പൈശാചിക തന്ത്രത്തിൻ്റെ ഒരു വശമാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിന്ന് പോകും. പിന്നെ എന്താ നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന് അനുയോജ്യമായ വിധത്തിലൊരു ജീവിതവുമാണ് ആവശ്യം. അത് നിലനിർത്തി പോന്നാൽ ഭാവിയിൽ നല്ലൊരു പുനരുത്ഥാനം ലഭിക്കും. പൂർണ്ണ മനുഷ്യത്വത്തിലേക്കുള്ള ഒരു പുനരുത്ഥാനം മനുഷ്യർക്ക് ലഭിക്കും. അതാണ് നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ചുള്ള മറ്റു വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കാം.